ഹായ് എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷീൻ ലേണിംഗ് അറ്റ് 21st സെഞ്ച്വറിയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹിസ്റ്ററി ഓഫ് മെഷീൻ ലേണിംഗ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് 50 വർഷത്തോളം മുന്നേ, അതായത് 1834 തൊട്ടേ ഉള്ള ഒരു അപ്ഡേഷൻസ് നമ്മൾ അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അതായത് മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു റിയാലിറ്റിയിലേക്ക് നമ്മൾ എത്തിയത് ഒരുപാട് നാഴികക്കല്ലുകൾക്ക് ശേഷമാണ്. നമ്മൾ അതിനകത്ത് ഓരോ ഇയർ വെച്ച് തന്നെ നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ചെറിയ ചെറിയ അപ്ഡേഷൻസ് ആയിട്ട് ഇങ്ങനെ വന്ന് എത്രത്തോളം എത്തിയെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ്. അതായത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് 1997 പറഞ്ഞത് ഒരു ഡീപ് ബ്ലൂ ഇൻ്റലിജൻസ് കമ്പ്യൂട്ടർ ചെസ് ഗെയിമൊക്കെ വിജയിച്ച കഥകൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു അപ്ഡേഷൻ 2006 2006 കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ജോഫ്രെ ഹിൻട്ടനാണ് ഒരു പുതിയ പേര് നമ്മളുടെ ന്യൂറൽ നെറ്റ് റിസർച്ചിന് കൊടുത്തത്. ആ പേരായിരുന്നു ഡീപ്പ് ലേണിംഗ്. അപ്പോൾ ഈ ഡീപ്പ് ലേണിംഗ് എന്നുള്ളൊരു നെയിമിങ് നടന്നത് 2006 ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടെക്നോളജീസിൽപ്പെട്ട ഒന്നാണ് ഈ ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യൂറൽ നെറ്റ് റിസർച്ചിന് ആ പേര് കൊടുത്തത് ജോഫ്രെ ഹിൻട്ടനാണ്. 2006 പിന്നീടൊരു അപ്ഡേഷൻ വരുന്നത് 2012 റിസർച്ചുകൾ ഒരുപാട് ആ വർഷങ്ങളിലൊക്കെ നടന്നതാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഐഡിയോളജി വന്നത് 2012 നമ്മുടെ ഗൂഗിള് ഒരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തു. എന്താണ്? ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കാണ്. എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? യൂട്യൂബ് വീഡിയോസിൽ നിന്നൊക്കെ ഹ്യൂമൻസിൻ്റെ ഇമേജസ്, അതേപോലെ ക്യാറ്റുകൾ, അതൊക്കെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് ഗൂഗിളാണ് സെറ്റ് ചെയ്ത് കൊണ്ടുവന്നത് 2012. അപ്പോൾ ഇത്തരം റെക്കഗ്നൈസിങ്, ലേണിങ് അതൊക്കെ എങ്ങനെയാണ് സെറ്റപ്പായി വന്നത് എന്നാണ് നമ്മൾ ഈ ഓരോ വർഷങ്ങൾ വെച്ചിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഇയറിൽ നിന്ന് മറ്റൊരു ഇയറിലേക്ക് എത്തുന്നതോടുകൂടി അതിൻ്റെ അപ്ഡേഷൻസ് നടക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഇത്രയും അഡ്വാൻറ്റേജസ് നമുക്ക് യൂസ് ചെയ്യാനും ഇന്ന് കഴിയുന്നുണ്ട്. പിന്നെ വരുന്നത് 2014 2014 ഉണ്ടായ അപ്ഡേഷൻ എന്ന് പറയുന്നത് ചാബോട്ടാണ്. ഇതൊരു സോഫ്റ്റ്വെയർ കോഡാണ്, അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പീസാണ്. എന്തായിരുന്നു ഇതിൻ്റെ പ്രത്യേകത? ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ പീസായിരുന്നു ഈ ചാബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ഹ്യൂമൻ്റെ ഇൻവോൾവ്മെൻറ്റോ ഹെൽപ്പോ ഇല്ലാതെ ഇത്തരം ക്വസ്റ്റ്യൻസിനൊക്കെ ആ സോഫ്റ്റ്വെയർ ആൻസർ ചെയ്യുമായിരുന്നു. ഇതിനകത്ത് യൂജൻ ഗൂസ്മാൻ ആണ് ഈ ഒരു ടറിംഗ് ടെസ്റ്റിലൂടെ ഇങ്ങനെ ഒരു ചാബോട്ട് എന്നുള്ള കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സോഫ്റ്റ്വെയർ പീസ് കൊണ്ടുവന്നത്. അതായിരുന്നു ഫസ്റ്റ് ചാബോട്ട്. അതിൻ്റെ പ്രത്യേകത എന്താണ്? 33% ഓഫ് ഹ്യൂമൻ ജഡ്ജസ് അത് കൺവിൻസ് ചെയ്തിരുന്നു. അത് ഒരു മെഷീനായിട്ട് എന്നുള്ളതിൻ്റെ അപ്പുറമായിരുന്നു അത് ആക്ട് ചെയ്യുന്നത്. അതായത് അന്നത്തെ കാലത്ത് 2014 പ്രത്യേകിച്ചും എന്താണ്, ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന വിപ്ലവം വളരെ വലുതാണ്. അപ്പോൾ 2014 നടന്ന ഒന്ന് ചാബോട്ടിൻ്റെ കേസാണ്. അതായത് നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ നമ്മൾ അവരോട് ഡിമാൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു ഹ്യൂമൻ്റെ സപ്പോർട്ട് ഇല്ലാതെ ആ ഒരു സോഫ്റ്റ്വെയറിന് ആൻസർ ചെയ്യാൻ കഴിയുമായിരുന്നു. പിന്നെ വരുന്നത് 2014 വന്നിട്ടുള്ള ഡീപ്പ് ഫേസ് ആണ്. അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഫേസ്ബുക്കാണ്. അതൊരു ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കാണ്. ഇതിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ പ്രിസിഷൻസ് വെച്ചിട്ട് ഓരോ പേഴ്സണെ റെക്കഗ്നൈസ് ചെയ്യുക. ഇപ്പോൾ ഹ്യൂമൻസ് എങ്ങനെയാണോ പ്രിസിഷൻ വെച്ച് റെക്കഗ്നൈസ് ചെയ്യുന്നത്, അതുപോലെ ഈ ഡീപ്പ് ഫേസിനും അതും ഒരു പ്രോഗ്രാം തന്നെയാണ് കേട്ടോ. ഈ പറഞ്ഞതൊക്കെ ഓരോ പ്രോഗ്രാമുകളാണ്, ഓരോ സോഫ്റ്റ്വെയർസാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? പേഴ്സണെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയും എന്നുള്ളതായിരുന്നു. പിന്നെ 2016 2016 വന്ന അപ്ഡേഷൻ എന്ന് പറയുന്നത് ആൽഫാഗോ എന്നുള്ള ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമായിരുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഗോ ഗെയിം എന്ന് പറഞ്ഞ ഒരു ചൈനീസ് ഗെയിം ഉണ്ട്. അതായത് ഒരു ബോർഡ് ഗെയിമാണത്. ബോർഡ് വെച്ചിട്ട് കളിക്കുന്ന ഒരു ബോർഡ് ഗെയിം. അപ്പോൾ ഈ ബോർഡ് ഗെയിമിൽ അതായത് ഒരുപാട് പേഴ്സൺസ് ഉണ്ടാവുമല്ലോ. അതായത് വേൾഡ് നമ്പർ 1 ആയിട്ടുള്ള പ്ലെയർ ഉണ്ടാവും, നമ്പർ 2 ആയിട്ടുള്ള പ്ലെയർ ഉണ്ടാവും. അത്തരം പ്ലെയേഴ്സിനെ ബീറ്റ് ചെയ്യാനാണ് ആൽഫാഗോ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. അതായത് ഓപ്പോണൻ്റ് ഒരു ഹ്യൂമൺ ആയിരിക്കും, ഇപ്പുറത്തുള്ളത് ആൽഫാഗോ എന്ന് പറഞ്ഞ ആ ഒരു ആപ്ലിക്കേഷനായിരിക്കും. അങ്ങനെ ഫസ്റ്റ് 2016 ഈ ആൽഫാഗോ എന്ത് ചെയ്തു? വേൾഡ് നമ്പർ 2 പ്ലെയർ ആയിട്ടുള്ള ലീ സിഡോളിനെ ഗോ ഗെയിമിൽ തോൽപ്പിച്ചു. 2017 വന്നപ്പോൾ ഈ ഒരു ആൽഫാഗോ വേൾഡ് നമ്പർ 1 പ്ലെയർ ആയിട്ടുള്ള KG എന്ന് പറഞ്ഞ ഒരു പ്ലെയറെയാണ് തോൽപ്പിച്ചത്. അപ്പോൾ ഒരു ആപ്ലിക്കേഷന് അത്രയും വേൾഡ് നമ്പർ 1 ആയിട്ടുള്ള ഒരു പ്ലെയർ തോൽപ്പിക്കാൻ മാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മളുടെ പ്രോഗ്രാംസ്, നമ്മളുടെ സോഫ്റ്റ്വെയർസ് എത്തി എന്നുള്ളത് ഈ മെഷീൻ ലേണിങ്ങിൻ്റെയൊക്കെ ഒരു വലിയൊരു ഇമ്പാക്റ്റിലേക്ക് നമ്മൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പിന്നെ 2017 നടന്ന ഒരു അപ്ഡേഷനാണ്. ആൽഫബെറ്റ്സ് ജിഗ്സോ എന്ന് പറഞ്ഞുള്ള ഒരു ടീം ഒരു ഇൻ്റലിജൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓൺലൈൻ ട്രോളിങ്ങിനെ ലേൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഒരു എബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അതായത് ഓൺലൈൻ ട്രോളിങ് നടക്കുന്നത്, അതായത് ഒരുപാട് ഡിഫറെൻറ്റ് വെബ്സൈറ്റുകളിൽ മില്യൺസ് ഓഫ് കമൻറ്റ്സ് ട്രോളിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ റീഡ് ചെയ്തിട്ട് എന്താണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ലേൺ ചെയ്യാൻ കഴിയുന്ന ഒരു ഇൻ്റലിജൻസ് സിസ്റ്റമാണ് ആൽഫബെറ്റ് ജിഗ്സോ ടീം കൊണ്ടുവന്നത്. സോ അതിലൂടെ ഓൺലൈൻ ട്രോളിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഒരു പരിധിവരെ ശ്രമിക്കുകയുണ്ടായി. പിന്നെ മെഷീൻ ലേണിംഗ് അറ്റ് പ്രസൻറ്റ്, അങ്ങനെ ഇങ്ങനെ ഈ പറഞ്ഞ അപ്ഡേഷൻസ് ഒക്കെ കഴിഞ്ഞ് ഇന്നത്തെ മെഷീൻ ലേണിങ്ങിലേക്ക് എത്തിയ ഒരു സാഹചര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് മെഷീൻ ലേണിങ്ങിന് ഒരുപാട് ഗ്രേറ്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെൻറ്റ് അതിൻ്റെ റിസർച്ചിനകത്ത് നടന്നിട്ടുണ്ട്. നമുക്ക് എവരിവെയർ എന്താ കാണാൻ കഴിയുന്നത്, നമ്മുടെ ഈ മെഷീൻ ലേണിങ്ങിൻ്റെ ഇമ്പാക്റ്റാണ്. അത് സെൽഫ് ഡ്രൈവിംഗ് കാർസ് ആയിക്കോട്ടെ, ആമസോൺ അലക്സ ആയിക്കോട്ടെ, ചാറ്റ് ബോട്ട്സ് ആയിക്കോട്ടെ, റെക്കമെൻഡർ സിസ്റ്റം ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമ്മൾ ഇന്ന് മെഷീൻ ലേണിങ്ങിൻ്റേതായിട്ട് കാണുന്നുണ്ട്. ഇതിനകത്ത് സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ഇൻക്ലൂഡ്സ്ഡ് ആണ്, അതുപോലെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഇൻക്ലൂഡഡ് ആണ്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. വിത്ത് എന്താണ് അതിൻ്റെ അൽഗോരിതംസ് ആയിട്ടുള്ള ക്ലസ്റ്ററിങ്, ക്ലാസിഫിക്കേഷൻ, ഡിസിഷൻ ട്രീ, SVM അൽഗോരിതം, അങ്ങനെ ഒരുപാട് അൽഗോരിതംസും അതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. അത് ഓരോ സിസ്റ്റം ടു സിസ്റ്റം എന്താണ് അതിനനുസരിച്ചുള്ള ചേഞ്ചസ് ഉണ്ട്. പിന്നെ ഈ മോഡേൺ മെഷീൻ ലേണിംഗ് മോഡൽസ് നമ്മൾ ഇന്ന് ഒരുപാട് ലെവൽസിൽ, അതായത് ഒരുപാട് ഫീൽഡുകളിൽ നമ്മളിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രഡിക്ഷൻസിൽ, ഇപ്പോൾ വെതർ പ്രഡിക്ഷൻ ആയിക്കോട്ടെ, ഡിസീസ് പ്രഡിക്ഷൻ ആയിക്കോട്ടെ, സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാ ഏരിയകളിലും എല്ലാ ഫീൽഡുകളിലും നമ്മൾ ഇന്ന് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ഇന്നത്തെ മെഷീൻ ലേണിംഗ് മോഡൽസ് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ അഡ്വാൻറ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹിസ്റ്ററി ഓഫ് മെഷീൻ ലേണിംഗ് പറയാനുള്ളത്. നമ്മൾ 2 വീഡിയോസായിട്ടാണ് ചെയ്തത്. അത് നമ്മൾ 1834 തൊട്ട് 1997 വരെയുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തു. അത് 21st സെഞ്ച്വറിക്ക് മുന്നേ 21st സെഞ്ച്വറിക്ക് മുന്നേ ഉള്ള കൺസെപ്റ്റുകൾ, അതായത് എങ്ങനെയൊക്കെയാണ് ഈ ഒരു റിയാലിറ്റിയിലേക്ക് മെഷീൻ ലേണിംഗ് എന്നുള്ള ഒരു തിയറി ടു റിയാലിറ്റിയിലേക്ക് നമ്മൾ വന്നത് എന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 21st സെഞ്ച്വറിയിൽ എങ്ങനെയൊക്കെയാണ് അപ്ഡേഷൻസ് ഉണ്ടായതെന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് 21st സെഞ്ച്വറിൻ്റെ കേസ് നോക്കുമ്പോൾ 1997 വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ഈ 21st സെഞ്ച്വറിയിൽ 2006 വന്ന ഡീപ്പ് ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിലേക്ക്, അത് കഴിഞ്ഞ് 2012 വന്ന ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക്, പിന്നെ ചാബോട്ട്, പിന്നെ വന്നിട്ടുള്ള ഡീപ്പ് ഫേസ്, പിന്നെ ആൽഫാഗോ, പിന്നെ ഈ ആൽഫബെറ്റ് ജിഗ്സോ ടീം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു ഓൺലൈൻ ട്രോളിങ്ങിനെതിരെ. പിന്നെ ഇന്നത്തെ മെഷീൻ ലേണിങ്, സെൽഫ് ഡ്രൈവിംഗ് കാർസ്, ആമസോൺ അലക്സ പോലത്തെ കൺസെപ്റ്റുകൾ, അങ്ങനെ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.